ഇനി ഹദീസ് നോക്കൂ നിങ്ങൾ. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. രണ്ട് കലിമത്തുകൾ ഖഫീഫത്താനി അലൽ ലിസാൻ. ആ രണ്ട് കലിമത്തുകൾ നാവിന് വളരെ സിമ്പിളാണ്, ഒരു പ്രയാസമില്ല ആ കലിമത്ത് പറയാൻ. എന്നാലോ സഖീലത്താനി ഫിൽ മീസാൻ, നാളെ അവൻ്റെ മീസാനിൽ അത് കനം തൂങ്ങും, വളരെ ഭാരമുള്ളതാണ്. സഖീലത്താനി ഫിൽ മീസാൻ, മഹ്ശറിൽ അവൻ്റെ ഖജനാവ്, അവൻ്റെ മീസാൻ തൂക്കുമ്പോൾ മീസാനിൽ വളരെ ഭാരമുണ്ടായിരിക്കും ഈ രണ്ട് കലിമത്തുകൾ. എന്നാലോ ഹബീബത്താനി ഇലർ റഹ്മാൻ, ആ രണ്ട് കലിമത്തുകൾ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഏതാണ് രണ്ട് കലിമത്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നമ്മൾ വൈകുന്നേരം ചില തസ്ബീഹ് ഉണ്ടല്ലോ, അതിൽ പെട്ട ദിക്ർ തന്നെയാണ്. അത് നമ്മളെങ്ങനെ ചൊല്ലല്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒരു പ്രത്യേക ആനന്ദമല്ല തസ്ബീഹ് ചെല്ലുമ്പോൾ അല്ലേ? ആ മഗ്‌രിബിന് മുമ്പ് ഇങ്ങനെ പള്ളിയിൽ വന്നിരുന്നിട്ട് ഇപ്പം ഒക്കെ കുറഞ്ഞിട്ടോ, അപ്പം അതൊക്കെ കുറഞ്ഞ് അധികം പള്ളിയിൽ ഇപ്പം മഗ്‌രിബിൻ്റെ സമയത്ത് വരിക, മഗ്‌രിബ് വാങ്ങി കൊടുക്കാൻ നിസ്കരിക്കാൻ പോകാന്നല്ലാതെ പഴയ കാലത്തൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നേരത്തെ വരും, അത് ഭയങ്കര രസമാണ്. ആ ദർസിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ട് അവിടെ ചിലപ്പോൾ ഇങ്ങനെ ചെന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഫീലിംഗ് ആയിക്കാരം. നമ്മുടെ ഉമ്മാനെ ഓർമ്മ വരും, ഉപ്പാനെ ഓർമ്മ വരും, മാഷറും ഖബറൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഓർമ്മ വരും. ആ ഒരുമിച്ച് ഇങ്ങനെ ചെല്ലുമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ചിലപ്പോൾ അന്ന് ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരും. ആ മഗ്‌രിബിന് ശേഷം അവിടെ ചെന്ന് ഇരിക്കുമ്പോഴേക്കാണ് അങ്ങനെ ഓർമ്മ വരും, പടച്ചോനെ ഇന്നിപ്പോൾ കുറേ സംഭവിച്ചല്ലോ. അപ്പോൾ അവിടെ ഇരുന്നിട്ടൊക്കെ ഇസ്തിഗ്ഫാർ, പടച്ചോനെല്ലാം പുറത്ത് തന്നെ അല്ലാഹ് വബിഹംദിഹി, അവൻ്റെ അബ്ദു ചെയ്യലോട് കൂടെ അസ്തഗ്ഫിറുല്ലാഹ് ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ? ഇങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ, ഈ ദിക്ർ, ഈ രണ്ട് കലിമത്തുകളും അള്ളാഹുവിന് എന്താകുന്നു? ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇല്ലാറല്ലേ? കൂലുണ്ട് ദിക്ർ ചൊല്ലിയാൽ മതി. ദിക്ർ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പോൾ സലാത്ത് പറഞ്ഞിടത്താണ് എന്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലാറുണ്ട്, എന്ത് പ്രത്യേക നീയത്തില്ല, ആ നീയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ദിക്ർ നമ്മൾ കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വെറുതെ പറഞ്ഞ് ചൊല്ലും. അങ്ങനെ എന്താ പറയാ, പ്രത്യേക നീയത്ത് നമ്മളിങ്ങനെ ഫസ്റ്റ് എന്തായാലും ഉണ്ടാവും ഒരു നീയത്ത്. നമ്മൾ ദിക്റാണ്ട് ചെല്ലുമ്പോൾ നമുക്ക് കൂലിട്ടെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ അങ്ങനെ മനസ്സിലായി എപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവണമെന്നില്ല, ആ ഫസ്റ്റ് തുടക്കത്തിലുണ്ടായാൽ മതി. പിന്നെ ചിലപ്പോൾ നമ്മളിന്ന് ശ്രദ്ധ പോയി എന്നൊക്കെ വരും, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഒരേ അതീതിൽ പറയാണ്ട് ഒരു ദിക്ർ ഹൽക്ക നടക്കുകയാണ്. ആ ദിക്ർ ഹൽക്കൻ്റെ മൂലക്ക വന്നിരുന്ന ഒരാൾക്കും അല്ലാഹു തആല പാപം പുറത്തു കൊടുക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കാരണം ചിലപ്പോൾ അവിടെ വന്നിരുന്ന് അശ്രദ്ധനായിട്ട് ആ മജ്ലിസിൻ്റെ കാരണം അവനക്ക് അല്ലാഹു എന്ത് ചെയ്യും? പാപം പുറത്തു കൊടുക്കും. അപ്പോൾ ദിക്റിൻ്റെ മജ്ലിസിലൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അന്തം വിട്ടിരുന്നാലും ചിലപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യും? അതിൻ്റെ വർക്കത്ത് തന്നെ അത് പുറത്തു കൊടുക്കും. എന്തായാലും നിയ്യത്ത് പ്രധാനം തന്നെയാണ്. പക്ഷേ നിയ്യത്ത് വെച്ച് നമ്മൾ പിന്നെ ശ്രദ്ധ പോയാലും അവൻ ചെല്ലുന്ന ദിക്ർക്ക് കൂലിയുണ്ടെന്ന് അർത്ഥം. വാനുഹു അൻ അബീ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്. ലഅൻ അഖൂല, ഞാൻ പറയൽ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന്, വലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതും, അല്ലാഹു അക്ബർ എന്നുള്ളതും, അഹബ്ബു ഇലയ്യ, അതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, മിമ്മാ ത്വലഅത് അലൈഹി ശംസു, സൂര്യൻ ഉദിച്ച ആ അന്നത്തുള്ള കാര്യങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച ആ ദിവസം എന്തൊക്കെ മെച്ചങ്ങളുണ്ടാവോ, ആ ദിവസം എന്തൊക്കെ പ്രതാപങ്ങളുണ്ടാവോ, അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഈ 4 കലിമത്തുകൾ പറയലാണ്. ഏതൊക്കെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ഇത് ബാഖിയാത്തു സ്വാലിഹാത്താണെന്നും എന്തുണ്ട് അർത്ഥമുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പറയുന്നുണ്ടോ, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല എന്നുള്ളടുത്ത് മാന്മാർ പറയുന്നു ഈ 4 കലിമത്താണെന്നുള്ളത്. ഈ 4 കലിമത്തുകൾ വളരെ പ്രധാനപ്പെട്ട ദിക്റുകളാണ്. അഥവാ നാളെ മഹ്ശറിൽ വരുന്ന സമയത്ത് അവർക്ക് സ്വർഗം കടക്കാൻ ഈ ദിക്റുകൾ വളരെ ഉപകാരം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ
അള്ളാഹു അത് പതിവാക്കാൻ തൗഫീഖ് നൽകാൻ കഴിയട്ടെ. വാൻഹു അബൂഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും പരിശുദ്ധ റസൂൽ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത്ത മറ. ഒരു ദിവസം ഒരാൾ 100 തവണ ചൊല്ലിയാൽ, ഇപ്പം നമ്മൾ അത്തിപ്പറ്റ ഹുസൈൻ്റെ നമ്മളെ വിർദുലാമിലി ദിക്റുണ്ട്, നമ്മൾ 300 വട്ടം ചൊല്ലുണ്ടല്ലോ. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ ഏതാണ്, പിന്നെ നമ്മൾ ചൊല്ലുന്നതാണ് സ്വലാത്താണ്, പിന്നെ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുല്ല. പിന്നെന്താണുള്ളത്, വഹുവ അലാ കുല്ലി, അതിൽ അങ്ങനെ തന്നെ ഉള്ളത് അല്ലേ, നമ്മളാ വിറുദിൽ അങ്ങനെ തന്നെ ഉള്ളത്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നോക്ക് നിങ്ങൾ ആ ദിക്റിൻ്റെ പ്രാധാന്യം നോക്ക് നിങ്ങൾ. അത് ഒരാൾ നമ്മൾ എന്തായാലും ചെല്ലുന്ന ആളുകളാണ്, നമ്മൾ ഉസ്താദിൻ്റെ ആ തൊരീഖത്തുള്ള ആളുകളാണല്ലോ. ആ ദിക്ർ ഒരാൾ ഒരു തവണ 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ കാനത്ത് ലഹു അദ്ല അശ്രി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. ഒരടിമയെ വില കൊടുത്ത് വാങ്ങിയിട്ട് അവനെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുന്നർത്ഥം. അങ്ങനെ ഒരു അടിമയാണോ? 10 അടിമകൾ. ഒരടിമ വാങ്ങുന്ന പറഞ്ഞാൽ അന്നത്തെ കാലത്ത് റസൂൽ ഇത് പറയുമ്പോൾ അന്ന് ഭയങ്കര അടിമകൾക്ക് ഭയങ്കര വിലയും ഒക്കെ ഉള്ളൊരു കാലമാണ്. മാത്രമല്ല ആ സമയത്ത് റസൂൽ പറഞ്ഞത്, അങ്ങനെ ഒരാൾ അടിമയെ അങ്ങനെ വാങ്ങി വില കൊടുത്ത് വാങ്ങി ആ അടിമയെ അങ്ങോട്ട് മോചിപ്പിച്ചാൽ അതേ പ്രതിഫലം കിട്ടും. ഒരാൾ ഒരു ദിവസം 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കഴിഞ്ഞിട്ടില്ല. വകുതിബത ലഹു മിഅത്തു ഹസന, 100 ഹസനത്ത് അവൻ്റെ ഏടിൽ രേഖപ്പെടുത്തപ്പെടും. വമുഹിയത്ത് അൻഹു മിഅത്തു സയ്യിഅ, അവനെ തൊട്ട് എന്ത് ചെയ്യും, 100 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. എന്തൊക്കെ പ്രതിഫലമാണ്! ഒരു ദിവസം 100 തവണ ദിക്ർ ചൊല്ലിയാൽ ഒന്ന് 10 അടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ട്. പിന്നെ 100 ഹസനത്ത് രേഖപ്പെടുത്തപ്പെട്ടു, 100 പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു. മാത്രമല്ല വക്കാനത്ത് ലഹു, ഈ ദിക്ർ അവനക്കാകും ഹിർസൻ മിന ഷൈത്താൻ, ഷൈത്താൻ പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഹിർസ് എന്ന് പറഞ്ഞാൽ കവചം, രക്ഷാകവചം, ഹിഫ്ല് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഷെയ്ത്താനിൽ നിന്നുള്ള എന്തായിരിക്കും, അവനക്കുള്ളൊരു ഹിഫ്ലായിരിക്കും യൗമ, ആ ദിവസം. ഏതുവരെ യുംസി, വൈകുന്നേരം വരെ അവനക്ക് എന്തുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടല്ലോ. അപ്പം നമുക്ക് സുബൈൻ്റെ ശേഷം ദിക്ർ ചെല്ലാണ്ട് അല്ലേ, സുബൈൻ്റെ ശേഷം നമ്മൾ ചൊല്ലിയാൽ വൈകുന്നേരം വരെ. പിന്നെ മഗ്രിബിൻ്റെ ശേഷം നമുക്ക് ചെല്ലാണ്ട്, മഗ്രിബിൻ്റെ ശേഷം ഒരാൾ ചൊല്ലിയാൽ വലം ഏത്തി അഹദും ബി അഫ്ളല മിമ്മാ ജാബി ഇല്ലാ റജുലൻ അമില അക്തറ മിൻഹു, വലം ഏത്തി അഹദുൻ, ഒരാളും കൊണ്ടുവരില്ല, കൊണ്ടുവന്നിട്ടില്ല, ബി അഫ്ളല മിമ്മാ ജാബി, അവൻ ചെയ്ത പോലത്തെ ഒന്നിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുകൊണ്ട്, ഇല്ലാ റജുലൻ, ഒരാളൊഴികെ, അമില അക്സറ മിൻഹു, അവനേക്കാൾ അധികമായിട്ട് എന്ത് ചെയ്തു, ഇല്ലെങ്കിൽ ഈ ദിക്റിനേക്കാൾ അധികമായിട്ട് ചെയ്തു, അവനക്കെല്ലാം എന്ത് ചെയ്യാൻ ഈ ഇതുപോലത്തെ ഒരു അമല് കൊണ്ടുവരാൻ കഴിയില്ലെന്നാണ്. കാരണം ആ ദിവസം ഏറ്റവും ഉഷാർ ആരെന്നെ അയക്കാരം, ഇവൻ തന്നെ അയക്കാരം നടത്തും. പിന്നെ ഇവനേക്കാൾ ഉഷാറാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവൻ ചൊല്ലിയ ദിക്റിനേക്കാൾ അധികമായിട്ട് എന്ത് ചെയ്യണം, ആ ദിക്ർ ഒരാൾ ചൊല്ലിക്കൊണ്ടുവരണം. അവർക്ക് മാത്രം ഉഷാറ്. അപ്പോൾ ഒരാൾ ഒരു ദിവസം ഈ ദിക്ർ 100 തവണ ചൊല്ലിയാൽ അള്ളാഹു അത് പതിവാക്കാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. വഖാല, വീണ്ടും മൻ ഖാല സുബ്ഹാനല്ലാഹി ബിഹംദിഹി ഫീ യൗമിൻ മിഅത്ത മറ, ഒരാൾ ഒരു ദിവസം സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നുള്ള 100 തവണ ചൊല്ലിയാൽ ഹുത്തത്ത് ഖതായാഹു, അവൻ്റെ പാപങ്ങൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കും. വഇൻ കാന മിസ്ലു സബദിൽ ബഹർ, കടലിലെ നുരയോളം ഉണ്ടെങ്കിലും അവൻ്റെ പാപങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. കടലിലെ നുര എന്ന് പറഞ്ഞാൽ അതിന് വല്ല കണക്കുണ്ടോ? കടലെത്ര നുര ഉണ്ടാവും? തിരമാല അടിച്ചു വരുമ്പോൾ പത കണ്ടിട്ടില്ലേ, അതിന് കയ്യും കണക്കുണ്ടോ? ലാ ഹദ്ദ വലാ ഹസർ. അത്രത്തോളം പാപങ്ങളുണ്ടെങ്കിലും ഈ ദിക്ർ കാരണം അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. വൻ അബി അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി ഖാല മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര തവണ? 10 മർറാത്ത്, 10 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദിവസം കാന കമൻ അഅതഖ 4 അൻഫുസ മിൻ വൽദി ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു തആല എന്ത് ചെയ്യും? എത്ര തവണ പറഞ്ഞാൽ? 10 തവണ. ഒരു ഹദീസ് അങ്ങനെയാണ്. വൻ അബീ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂൽ എന്നോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കലാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നത് സുബ്ഹാനല്ലാഹി ബിഹംദിഹി, ഏതാകുന്നു? സുബ്ഹാനല്ലാഹി ബിഹംദിഹി. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആ പറഞ്ഞ കലിമത്തിൽപ്പെട്ട ഒരു കലിമത്താണിത്, സുബ്ഹാനല്ലാഹി ബിഹംദിഹി. അത് ഒരാൾ പറഞ്ഞാൽ ആ കലിമത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്താണ്. അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. വൻ അബി മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു, മാലിക് അൽ-അശ്അരി റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി എന്നുള്ളത് ഈമാന്റെ പകുതിയാണ്. ശുദ്ധി എന്നുള്ളത് ഈമാന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹ്, ഹംദുലില്ലാഹ് എന്നുള്ളത്, അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അത് മീസാൻ നിറച്ചു കളയും. അത് മീസാനെ നിറക്കുന്നതാണ് അൽഹംദുലില്ലാഹ്.
സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹിം വൽഹംദുലില്ലാഹിം തംലആനി അത് രണ്ടും നിറക്കും, അല്ലെങ്കിൽ ഔ തംലഉ അത് നിറച്ചു കളയും, മാ ബൈന സമാവാതി വല്ലത് ആകാശഭൂമികൾക്കിടയിലുള്ളതിന്. ഈ സുബ്ഹാനല്ലാഹി ബിഹംദി അതുപോലെ സുബ്ഹാനല്ലാഹ് എന്നുള്ളതും അൽഹംദുലില്ലാഹ് എന്നുള്ളതും ആകാശഭൂമികൾക്കിടയിൽ നിറക്കും എന്ന് പറഞ്ഞാൽ അതിന് അത്രമാത്രം പ്രതിഫലമുണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? അതിന് എണ്ണം മറ്റ പ്രതിഫലങ്ങളാണ് അള്ളാഹു തന്നെ ചെയ്തിട്ട് തയ്യാർ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഒരു തവണ പറയുമ്പോൾ അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ.